നമസ്കാരം. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയെ മുൾമുനയിൽ നിർത്തി ബി.ജെ.പിക്കെതിരെ വാളെടുക്കുന്ന കോൺഗ്രസുകാർക്കും CPM-കാർക്കും നരേന്ദ്രമോദി പണിയാണ് കൊടുത്തത്. അതായത് നല്ല ഉഗ്രൻ പണി. ക്രൈസ്തവരുടെ ശക്തിയായ കാസയെ ഉപയോഗിച്ചാണ് BJP പണിതത്. മുൻപത്തെ പാവപ്പെട്ട ക്രൈസ്തവരെ വഞ്ചിച്ച ലീഗിന്റെ ക്രൈസ്തവ വഞ്ചന ഹർജിയിൽ കക്ഷി ചേരാനാണ് കാസ ഇപ്പോൾ തീരുമാനമെടുത്തത്. ലീഗിന്റെ ആ ഒരു ഒറ്റ നീക്കത്തിൽ അനുകൂലമായി ചില ന്യായാധിപ ശ്രേഷ്ഠന്മാർ വാക്കാൽ പ്രസ്താവനകൾ തുടങ്ങിയതോടെയാണ് കാസ കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചത്. കാസ കക്ഷിയായില്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ലീഗ് നശിപ്പിക്കുമെന്ന് BJPക്ക് മനസ്സിലായതോടെയാണ് നീക്കം ശക്തമാക്കിയത്. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ക്രിസ്ത്യൻ സംഘടനയായ കാസ സുപ്രീം കോടതിയിലെത്തിയത് വ്യക്തമായ നിയമോപദേശത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ്. വഖഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് വ്യക്തമാക്കിയതാണ് കാസ കോടതിയെ സമീപിച്ചത്. വഖഫ് നിയമത്തിന്റെ ദുരുപയോഗം സുപ്രീം കോടതിയിൽ തുറന്നു കാട്ടാൻ തയ്യാറാണെന്നും കക്ഷി ചേരൽ അപേക്ഷയിൽ കാസ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ. മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത ഹർജിയിൽ കക്ഷി ചേരാനാണ് കാസ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ ഹർജി സുപ്രീം കോടതി ഇനി പരിഗണിക്കുന്ന 5 ഹർജികളിലില്ല. എന്നിരുന്നാലും കക്ഷി ചേരൽ അപേക്ഷ നിലനിൽക്കുമെന്നാണ് കാസയുടെ അഭിഭാഷകർ പറയുന്നത്. വഖഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ലെന്നും കക്ഷി ചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാസയുടെ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്ററാണ് സുപ്രീം കോടതിയിൽ കക്ഷി ചേരൽ അപേക്ഷ നൽകിയത്. അഭിഭാഷകൻ ടോം ജോസഫാണ് അപേക്ഷ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. വഖഫ് നിയമത്തിന്റെ ദുരുപയോഗം ചൂണ്ടിക്കാട്ടാൻ കാസയുടെ അഭിഭാഷകർക്ക് കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. പൊളിറ്റിക്കൽ ഇസ്ലാമിനു വേണ്ടി വഖഫ് നിയമ ഭേദഗതിയെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർലമെന്റിലെ തങ്ങളുടെ നിലപാടിനെതിരെ ഉണ്ടായിരുന്ന ജനവികാരത്തെ തിരിച്ചുവിടുന്നതിനായി ഒരു ഉളുപ്പമില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശങ്ങളെ വളച്ചൊടിക്കുന്നതെന്നാണ് കാസ പറയുന്നത്. നിലവിൽ കോടതിയിലും വഖഫ് ട്രിബ്യൂണലിലുമുള്ള കേസുകൾ അവസാനിപ്പിക്കുന്നതിനായി നിലവിൽ തുടരുന്നതുപോലെ നിയമപരമായി തന്നെ ഇടപെടണം. കോടതികളിലും ട്രിബ്യൂണലുകളിലും നടക്കുന്ന ഈ കേസുകളിലെ നിയമങ്ങളെല്ലാം തന്നെ പാർലമെന്റ് പാസാക്കിയ നിയമ ഭേദഗതിയിലെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും. അതായത് പുതുക്കിയ നിയമത്തിന് അനുസരിച്ചുള്ള വാദങ്ങൾ മുനമ്പം ജനത നടത്തുകയും അതിന്മേൽ പുതിയ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള വിധികൾ കോടതി പുറപ്പെടുവിക്കുകയും ചെയ്യും. ഒപ്പം പുതുക്കിയ നിയമത്തിനുള്ളിലെ മുനമ്പം ജനതയ്ക്ക് അനുകൂലമായി മാറുന്ന സെക്ഷൻ 2A പ്രകാരം മുൻകാല പ്രാബല്യത്തോടെ ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും ചെയ്തു എന്ന് പറയുന്ന വഖഫ് അസാധുവാണ്. മുനമ്പത്തെ ഭൂമി ഇപ്പോഴുള്ള മുനമ്പത്തുകാരുടെ പൂർവികർക്ക് ഫറൂഖ് കോളേജ് വിറ്റ ഭൂമിയാണ്. മുൻകാല പ്രാബല്യത്തോടെ അതിൽ വഖഫ് ബോർഡിന്റെ അവകാശങ്ങൾ നിലവിൽ ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി മുനമ്പത്തുകാർക്ക് നേരത്തെ വഖഫ് ട്രിബ്യൂണൽ വിധിച്ച വിധികളെയും കോടതിയിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങളെയും നേരിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കും. കിരൺ റിജിജു വ്യക്തമാക്കിയത് പ്രകാരം പുതുക്കിയ നിയമമനുസരിച്ച് വരുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ ഇതു സംബന്ധിച്ച ചട്ടങ്ങളും സർക്കാർ വിജ്ഞാപനമുണ്ടാകും. ചട്ടങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ അതുപ്രകാരം കേന്ദ്ര നിയമകാര്യ വകുപ്പ് സംസ്ഥാന സർക്കാരുകൾക്കും കോടതികൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. തുടർന്ന് നേരത്തെ റവന്യൂ രേഖകളിൽ വഖഫ് ട്രിബ്യൂണൽ വിധി പ്രകാരം മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് റദ്ദാക്കുന്നതിനും റവന്യൂ അവകാശങ്ങൾ തടഞ്ഞിരിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമായി പുതിയ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് പുതിയതായി സർക്കാരിന് മുന്നിൽ അപേക്ഷ വയ്ക്കുവാനും അതിൽ നടപടി ഉണ്ടാകാത്ത പക്ഷം അതിനായി കോടതിയെ സമീപിക്കുവാനും സാധിക്കും. ഇത്രയും കാലം വഖഫ് ട്രിബ്യൂണലിലെ വിധി അന്തിമമായിരുന്നു. അതിനെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ചോദ്യം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇനി ട്രിബ്യൂണലിന്റെ വിധിയെ ചോദ്യം ചെയ്ത ഇരകൾക്ക് മേൽ കോടതികളെ സമീപിക്കാൻ കഴിയും. ചുരുക്കത്തിൽ കോടതിയിൽ നിൽക്കുന്ന കേസുകളിൽ വിജയിക്കാനും റവന്യൂ രേഖകൾ തിരുത്തുവാനും വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പുതുക്കിയ നിയമം ഭേദഗതിയിലുണ്ട്. അല്ലാതെ വഖഫ് ഭേദഗതി നിയമം പാസ്സായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ മുനമ്പം ജനതയുടെ പ്രശ്നം തീരുമെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. മുനമ്പം ജനത അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല. കോടതിയിൽ ഇരിക്കുന്ന വിഷയം കോടതി വഴിയും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രശ്നം തീരുമെന്നും അതിന് പുതിയതായി പാസാക്കിയ നിയമ ഭേദഗതി വളരെയധികം സഹായിക്കുമെന്നും മുനമ്പം ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. അല്ലാതെ കിരൺ റിജിജു വരുന്നത് എറണാകുളത്ത് താമസിച്ച് തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അല്ല എന്നും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതെല്ലാം നിയമപരമായി ചെയ്തിട്ടുണ്ട് എന്നും ഇനി ആ നിയമം വെച്ചുകൊണ്ട് കോടതിയും സംസ്ഥാന സർക്കാരും ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കുമെന്നും മുൻപം ജനതയ്ക്കറിയാം. വാസ്തവത്തിൽ നിയമ ഭേദഗതി പാസ്സായതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധിക്കുന്നതെന്നും അതല്ലായിരുന്നുവെങ്കിൽ
തങ്ങൾ കുടിയിറങ്ങേണ്ടി വരുമായിരുന്നുവെന്നും മുൻപത്തെ ഓരോ കൊച്ചുകുട്ടിക്ക് പോലും അറിയാമെന്നിരിക്കെ ഈ വാർത്തകളെ വളച്ചൊടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥത്തിൽ മുൻപം ജനതയ്ക്ക് നീതി ലഭിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ മാനസിക വൈകൃതങ്ങൾ മാത്രമാണ്. ഭേദഗതി നിയമം മുൻപത്തിന് ബാധകമല്ല എന്ന് വാദിക്കാൻ കോൺഗ്രസും CPM-ഉം കാണിച്ചത് വലിയ വികൃതയാണ്. പിണറായി സർക്കാരിന് മുൻപത്തുകാർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ അവർ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഡൽഹിയിൽ കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചു എന്ന വാർത്തയും ഇതിനിടയിൽ പുറത്തു വന്നു. വഖഫ് നിയമ ഭേദഗതിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതിലൂടെ മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിൽ നിന്നും ക്രിസ്ത്യാനികൾ വിട്ടകലുന്നതിന് തടയിടുവാനായി ഉത്തരേന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ വളച്ചൊടിച്ച് വ്യാജ പ്രചാരണങ്ങളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖങ്ങളായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് കാസ പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഡൽഹിയിൽ കുരുത്തോല പ്രദർശനം പോലീസ് തടഞ്ഞുവെന്ന വാർത്ത. കുരുത്തോല പ്രദർശനം തടയുകയല്ല ഡൽഹി പോലീസ് ചെയ്തത്, മറിച്ച് പഴയ ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലേക്ക് പൊതുനിരത്തിൽ കൂടി നടത്താനിരുന്ന കിലോമീറ്ററോളം നീളുന്ന പ്രദർശനത്തിനാണ് അനുമതി നിഷേധിച്ചത്. വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭം എന്ന പേരിൽ മതമൗലികവാദികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കലാപം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലും മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ ആസൂത്രണകാരെന്ന തഹാവൂർ റാണയടക്കം ഡൽഹിയിൽ NIAയുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും 2000ഓളം വരുന്ന വിശ്വാസികളുടെ പ്രദർശനം പൊതുനിരത്തിൽ കൂടി നടത്തുന്നത് സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചതാണ്. വഖഫ് നിയമ ഭേദഗതി നിയമമായതിനെ തുടർന്ന് അതിനെതിരെയുള്ള പ്രതിഷേധം പശ്ചിമ ബംഗാളിൽ വലിയ കലാപമായി മാറിക്കഴിഞ്ഞു. അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ എല്ലാവരും സഹകരിക്കേണ്ടത് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ആവശ്യമാണ്. എന്തു തന്നെ ആയാലും ഡൽഹി പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് കത്തീഡ്രൽ ദേവാലയ അധികൃതരുടെ നിലപാട് അഭിനന്ദനം തന്നെയാണ്. ക്രൈസ്തവരെ കയ്യിലെടുക്കാനുള്ള ഓരോ നീക്കവും കോൺഗ്രസിന് തന്നെ ഓരോ ദിവസവും തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.